കശ്മീരിൽ നിന്ന് ക്യാപ്ചർ ചെയ്ത ആ വീഡിയോസ് കാണുമ്പോൾ പിന്നെ അവിടുത്തെ ഭംഗി വിവരിക്കാനാണ് തോന്നുന്നത്. പക്ഷെ മനസ്സ് മാറുന്നതിന് മുമ്പ് കശ്മീരിൽ വിസിറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ നോക്കാം. ഈ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ എത്തിപ്പെടാന്നുള്ളതും നോക്കാം. ഇപ്പോൾ വിസിറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളെ നമുക്ക് 4 ഗ്രൂപ്പാക്കാം. പിന്നെ ഉള്ളത് കുറച്ച് ഓഫ് ബീറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെ ലിസ്റ്റും. ശ്രീനഗറാണ് നമ്മളെ സെൻറ്റർ. ശ്രീനഗറിൽ നിന്ന് 1-2 ദിവസം എടുത്ത് മറ്റു സ്ഥലങ്ങളെല്ലാം പോയി വരാം. അപ്പോൾ ശ്രീനഗറിൽ എങ്ങനെ എത്താം അല്ലെങ്കിൽ കശ്മീർ ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യാന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഏത് സ്ഥലമാണെങ്കിലും എങ്ങനെ പോവാന്നുള്ളത് നോക്കാം. ചിലവ് കുറച്ച് ട്രാവൽ ചെയ്യാൻ ഷെയർ ടാക്സിയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ കശ്മീരിലെ ഒരുവിധ സ്ഥലങ്ങളൊക്കെ ഷെയർ ടാക്സി വെച്ചാണ് കറങ്ങിയത്. കുറച്ച് ടൈമും കംഫർട്ടും നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. പക്ഷെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള യാത്ര എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊന്നും ഒരു സാക്രിഫൈസ് ആയി തോന്നൂല. അപ്പോൾ നമ്മളെ ബാഗേജൊക്കെ മേലെടുത്തിട്ട് നമ്മളെ സീറ്റിൽ പിടിക്കാൻ പറഞ്ഞു. ഇതാണ് ഇപ്പോൾ അവസ്ഥ. ഫുൾ പാക്കായിരിക്കണം അങ്ങനെയാണ് യാത്ര. ലഗേജ് മാക്സിമം ഒരു ബാഗിൽ ഒതുക്കാൻ നോക്കണം. ലഗേജ് ചെറുതാണെങ്കിൽ നമ്മളെ മടിയിൽ തന്നെ വെക്കാം, അല്ലെങ്കിൽ ഷെയർ ടാക്സിൻ്റെ മുകളിൽ വെച്ച് കെട്ടേണ്ടി വരും. മഞ്ഞോ മഴയുള്ള സമയമാണെങ്കിൽ ബാഗ് വാട്ടർ പ്രൂഫ് ആക്കാനും ഓർമ്മിക്കണം. ഇനി ബൈക്ക് റൈഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ശ്രീനഗറിൽ ബൈക്ക് റെൻ്റലിന് കിട്ടും. ചില കോൺടാക്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഓപ്ഷൻസ് കിട്ടും. ആദ്യം നമുക്ക് ഗുൽമർഗിൽ പോകാനുള്ള സ്ഥലങ്ങൾ നോക്കാം. കശ്മീരിലെ ഏറ്റവും കൊമേഴ്ഷ്യലൈസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഗുൽമർഗ്. സ്ഥലങ്ങൾ കാണാൻ 2 ദിവസം മതിയാവും. ഷെയർ ടാക്സി വഴി പോകാൻ ശ്രീനഗറിൽ നിന്ന് ബത്മലു ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഷെയർ ടാക്സി സ്റ്റാൻഡ് വരണം. അവിടുന്ന് തൻമർഗിലേക്കുള്ള ഷെയർ ടാക്സി കിട്ടും. തൻമർഗിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഗുൽമർഗ് പോകാനുള്ള ഷെയർ ടാക്സി കിട്ടും. ഗുൽമർഗിൽ കാണാനുള്ള സ്ഥലങ്ങളും ചെയ്യാനുള്ള ആക്ടിവിറ്റീസൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. ഇതിൽ പലതും നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. സ്ഥലങ്ങൾ എവിടെയെന്ന് അറിയാൻ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് ഗൂഗിൾ മാപ്സ് ആണ്. വേൾഡിലെ 2nd ഹയസ്റ്റ് ഗൊണ്ടോല ഗുൽമർഗിലാണ്. അത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്യണം. എന്താ വെച്ചാൽ ഇപ്പോൾ ടിക്കറ്റ് ഓൺലൈനാണ്. ഒരു 1 മന്ത് മുമ്പെങ്കിലും പ്ലാൻ ചെയ്യേണ്ടി വരും ബുക്ക് ചെയ്യാൻ. അതിൽ ഫേസ് 1, ഫേസ് 2 എന്ന് പറഞ്ഞ് 2 ഹൈറ്റിലുള്ള സ്ഥലങ്ങളാണുള്ളത്. ഫേസ് 1 പോകാൻ ആർക്കും റെസ്ട്രിക്ഷൻ ഇല്ല. ഫേസ് 2 പോകാൻ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മഞ്ഞുള്ള ടൈമാണെങ്കിൽ അവിടെ സ്കീയിങ്, സ്നോ ബൈക്ക്, സ്ലെഡ്ജ് ഇതെല്ലാം ട്രൈ ചെയ്യാം. ഗുൽമർഗിൽ സ്റ്റേ ഇത്തിരി എക്സ്പെൻസീവ് ആണ്. ഞാൻ KTDC വഴിയാണ് സ്റ്റേ ബുക്ക് ചെയ്തത്. ഇവിടെ 500 രൂപ മുതലുള്ള ബങ്കർ ബെഡ്സും 2000 രൂപ മുതലുള്ള റൂമുകളും അവൈലബിൾ ആണ്. ഗുൽമർഗിലെ 2 ദിവസത്തെ എക്സ്പീരിയൻസ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ അടുത്ത സ്ഥലം പെഹൽഗാം. കശ്മീർ പോയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായ സ്ഥലം ഇതാണ്. സ്ഥലങ്ങൾ കാണാൻ 2 ദിവസം മതിയാവും. പക്ഷെ കണ്ടു കഴിയുമ്പോൾ ഒരു ദിവസം കൂടെ ഒക്കെ നിന്നാലോ എന്നും തോന്നും. അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലമാണ് പെഹൽഗാം. ഷെയർ ടാക്സി വഴി പോകാൻ ആദ്യം ദൽഗേറ്റ് ടാക്സി സ്റ്റാൻഡിൽ നിന്ന് ആനന്ദ്നാഗിലേക്ക് ടാക്സി കയറണം. ആനന്ദ്നാഗിൽ നിന്ന് പെഹൽഗാമിലേക്ക് ഡയറക്റ്റ് ടാക്സി കിട്ടും. പെഹൽഗാമിൽ കൂടുതലും ലാൻഡ്സ്കേപ്സും വാലീസും ആണ് കാണാനുള്ളത്. പോകാൻ വേണ്ടി ആരോ വാലി, ബേതാബ് വാലി, പിന്നെ ചന്ദൻവാടി, ഈ 3 സ്ഥലങ്ങളും ഒരു പാക്കേജ് ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻസ് ഒരു പാക്കേജ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും നിങ്ങൾ സ്റ്റേ ഓണറോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. പിന്നെ ഇവിടെ ചെയ്യാനുള്ളത് മിനി സ്വിറ്റ്സർലാൻഡ് അല്ലെങ്കിൽ ബൈസൺ വാലി പോകാനുള്ള പോണി റൈഡ്. ഇതും നിങ്ങൾ സ്റ്റേ ഓണർ വഴി അറേഞ്ച് ചെയ്യാം. ഇതിന് ഫിക്സ് പ്രൈസ് അല്ലാത്തതുകൊണ്ട് മാക്സിമം ബാർഗെയിൻ ചെയ്യാനും നോക്കാം. പെഹൽഗാമിൽ 2 ദിവസം നമ്മൾ എക്സ്പീരിയൻസ് സെപ്പറേറ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്ഥലം സോൻമർഗ് എങ്ങനെ പോകാന്നുള്ളത് നോക്കാം. ഷെയർ ടാക്സിയിൽ ഇവിടെ എത്തൽ ഇത്തിരി ചടങ്ങാണ്. എന്താ വെച്ചാൽ 3 ടാക്സി മാറി കയറണം. ഞങ്ങളിവിടെ എക്സ്പ്ലോർ ചെയ്തത് ബൈക്ക് വഴിയാണ്. റെൻറ്റഡ് ബൈക്ക് ശ്രീനഗറിൽ നിന്നടുത്ത് 1 ദിവസം കൊണ്ട് പോയി വന്നു. കൂടുതൽ ആളുണ്ടെങ്കിൽ ഒരു ടാക്സി ഹയർ ചെയ്യാവും നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ.
ഇനി ഷെയർ ടാക്സി തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് ഫോളോ ചെയ്താൽ മതി. ലിസ്റ്റിൽ ചില സ്ഥലങ്ങൾ ഇത്തിരി ദൂരെയാണ്. അടുത്തുള്ള സ്ഥലങ്ങൾ പോണി വഴിയോ അല്ലെങ്കിൽ ട്രക്ക് ചെയ്തോ പോവാം. സോൻമർഗിൽ സ്റ്റേ ഓപ്ഷൻസ് കുറവാണ്, ഇത്തിരി എക്സ്പെൻസീവും ആണ്. പക്ഷെ ഒരു ദിവസം കൊണ്ട് നമുക്ക് കണ്ട് തിരിച്ചു വരാം. സോൻമർഗിൽ ഒരു ദിവസത്തെ ബൈക്ക് ട്രിപ്പ് എക്സ്പീരിയൻസ് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സെൻറ്ററായ ശ്രീനഗർ കണ്ടു തീർക്കാൻ ഒരു 1-2 ദിവസം മതി. ഒരു നൈറ്റ് ഹൗസ് ബോട്ടിന് വേണ്ടി പ്ലാൻ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഷിക്കാര റൈഡും ട്രൈ ചെയ്യാം. ഇതല്ലാണ്ട് സിറ്റി ഒന്ന് കാണാൻ ഡബിൾ ഡെക്കർ ബസ്സും ഉണ്ട്. ബസ്സിന് അങ്ങനെ പ്രത്യേകിച്ച് ടൈമിംഗ് ഒന്നുമില്ല. ഡൽ ലേക്കിൻ്റെ ഘാട്ട് നമ്പർ 1 ബസ് സ്റ്റാൻഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. നിഷാദ് ഗാർഡൻ്റെ അവിടെ സെയിം ടിക്കറ്റ് വെച്ച് അടുത്ത ബസ്സിൽ റിട്ടേൺ വരാം. ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഷിക്കാര റൈഡിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള മറ്റ് സ്ഥലങ്ങൾ പോയി വിസിറ്റ് ചെയ്യാൻ ഒന്നുകിൽ ലോക്കൽ ഷെയർ ടാക്സി വഴി പോവാം, അല്ലെങ്കിൽ ബൈക്ക് റെൻ്റ് എടുക്കാം. തുലീപ് ഗാർഡനൊക്കെ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാർച്ച് എൻഡ് അല്ലെങ്കിൽ ഏപ്രിലിൽ പ്ലാൻ ചെയ്യാം. ഈ സ്ഥലങ്ങളൊന്നും അല്ലാണ്ട് കുറച്ച് ഓഫ് ബീറ്റ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളും ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ടൈമിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. കൂടുതൽ വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം.